നല്ല അടിപൊളി മത്തിക്കറിയാണ് കേട്ടോ. തേങ്ങായും മുളക് അരച്ച മാങ്ങയിട്ട നല്ല അടിപ്പൻ മത്തിക്കറി, ആലപ്പുഴ സ്റ്റൈൽ മീൻകറി. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്കും സുഖമാണ്. നമുക്കിന്ന് നല്ല കിടുക്കൻ ആലപ്പുഴ സ്റ്റൈൽ മത്തിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു വലിയ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ മുറി തേങ്ങ, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 4 പച്ചമുളകും. ഈ മാങ്ങ നമുക്ക് തൊലിയൊക്കെ ചെത്തി കഷ്ണിച്ചെടുക്കണം. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി മീൻകറി എന്നല്ല, എല്ലാ കറിയും, പണ്ടത്തെ മീൻകറികൾക്കും അതുപോലെ തന്നെ തീയൽ വെക്കുന്നതിനുമൊക്കെ എന്തൊരു മണമെന്നറിയാമോ. വെളിയിൽ പോയിച്ചും അകത്തോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, അപ്പം തന്നെ ചോറുണ്ണോന്ന് തോന്നും. അതുപോലത്തെ മണമാണ്. വിശപ്പില്ലാത്തവർക്കും വിശപ്പുണ്ടാക്കുന്ന മണമായിരിക്കും പണ്ടുള്ള ആൾക്കാരുടെയൊക്കെ കറികൾ. അതുപോലത്തെ കൈപ്പുണ്യമൊന്നും നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല. മാങ്ങയൊക്കെ ഞാനിങ്ങനെ പൂളി പാത്രത്തിലേക്ക് വെക്കുവാണ്. ഇത് മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമേ മത്തി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തൊന്ന് 2-3 എണ്ണം അപ്പം തന്നെ ഞാൻ കറി വെച്ച് ചോറുണ്ടായിരുന്നു. ബാക്കിയുള്ള മീനെ ഞാൻ ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെട്ടിത്തേച്ച് കഴിയുന്നതിന് ശേഷമാണ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വെച്ച ഒരു കാര്യമുണ്ട്, നമുക്ക് എപ്പോഴാണ് എടുക്കുന്ന അന്നേരം ഫ്രഷ് മീൻകറി കഴിക്കുന്നത് പോലെ കിട്ടും. ഒരു ചീത്ത ചൊവ്വകളൊന്നും ഉണ്ടാകത്തില്ല. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കത്തില്ല. ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതായത് അല്പം പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്തൊന്ന് അരച്ച് കറി വെച്ച് നോക്ക്. മഷി പോലെ അരച്ചെടുക്കണം, അതായത് നല്ല മൈ പോലെ അരച്ചെടുക്കണം, ഒരു തരി പോലും ഇല്ലാതെ. ഇനി മാങ്ങാ കഷ്ണങ്ങളെയൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കണം. എല്ലാവർക്കും മത്തിക്കറി ഉണ്ടാക്കാനൊക്കെ അറിയാം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഒന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നോടൊന്ന് പറയണേ. അതിനകത്തേക്ക് നമ്മൾ 4 പച്ചമുളകും കൂടെ എടുക്കും. മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ടില്ല, എല്ലാം കലക്കി റെഡിയാക്കിയതിന് ശേഷമേ തീ കത്തിക്കത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച മാങ്ങാ കഷ്ണങ്ങൾ, പിന്നെ 4 പച്ചമുളകും ഒടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇവിടെയൊക്കെ കറിവേപ്പില ഇങ്ങനെ പാക്കറ്റിനകത്താണ് വരുന്നത്. ഇതിൽ നിന്ന് ഞാൻ 2 തണ്ട് കറിവേപ്പില കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് തീ കത്തിച്ച് കൊടുക്കണം. പിന്നെ ഇത് മൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്, കറി തിളച്ച് വെളിയിലോട്ട് വരും. കാരണം ഉപ്പും പുളിയെല്ലാം പാകമായാലേ അതിൻ്റെ പുറത്തോട്ട് തൂവി പോകുന്നത് നീക്കത്തുള്ളൂ. ഉപ്പും പുളിയെല്ലാം പാകമായതിന് ശേഷം വേണം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളാണ് കേട്ടോ. ഇനി ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി അതിന് ശേഷം മൂടി വെക്കും. ഈ പലഞ്ഞീൻ കണ്ട, ഇത് കാണുമ്പോൾ എപ്പോഴും എനിക്ക് എൻ്റെ പഴയ കാര്യം ഓർമ്മ വരും. ഞങ്ങളുടെ അമ്മ മീൻ വെട്ടാനിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാനും എൻ്റെ ആങ്ങളെ അപ്പുറം ഇപ്പുറം മാറിയിരിക്കും. ഈ വെള്ള പലഞ്ഞീൻ എനിക്കും മഞ്ഞ പലഞ്ഞീൻ അവനും. എന്നിട്ട് എനിക്ക് കിട്ടുന്ന പലഞ്ഞീൻ ഞാൻ എന്തെടുക്കുമെന്ന് അറിയാമോ, ഒരു വാഴയിലക്കകത്ത് പൊതിഞ്ഞ് ന്യൂസ് പേപ്പറിനകത്തിട്ടൊക്കെ ചുറ്റി കരിയിലയൊക്കെ കൂട്ടി തീ കത്തിച്ചിട്ട് ചുട്ടു തിന്നും. ഇവിടെ കറിയൊക്കെ തിളച്ച് പാകമായി എല്ലാം റെഡിയായിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ചിട്ട് ചെറുതീയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് കൊടുക്കണം. കറി ഒന്ന് ചുറ്റിച്ച് വെക്കട്ടെ. ഓക്കെ, ഇനി കറി താളിക്കാനായി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ ഒരു 3 ചുവന്നുള്ളി വട്ടം അരിഞ്ഞത്. ചുവന്നുള്ളി കരിഞ്ഞു പോകാതെ നല്ലതുപോലെ മൂപ്പിച്ച് കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കണം. പാകമായിട്ടുണ്ട്, ഉള്ളിയുടെ മൂപ്പ് പാകമാണ്. ഇനി കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മത്തിക്കറിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പം കറിക്ക് ഒരിത്തിരി വെള്ളം പോലെയൊക്കെ തോന്നും, പക്ഷേ ഇത് ഒന്ന് തണുത്ത് വരുമ്പോഴേ സെറ്റാകത്തുള്ളൂ. ഉപ്പും പുളിയെല്ലാം പാകമാകണമെന്നൊന്ന് നോക്കാം. കറിയൊക്കെ തണുത്ത് പാകമായിട്ടുണ്ട്. ഇത് കണ്ട,
നോക്കിയേ, നല്ല കുറുകനെ നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മാങ്ങയിട്ട തേങ്ങയും മുളക് അരച്ച മത്തിക്കറി സെറ്റായിട്ടുണ്ട്. ഇനി എൻ്റെ ഫ്രണ്ട്സ്, നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഈ റെസിപ്പിയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ വന്ന് എന്നോടൊന്ന് സംസാരിച്ചുകൂടെ നിങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ടേ, ഈ വീഡിയോ കണ്ടതിന് ശേഷമേ ചൂണ്ടുവരലൊന്നെടുത്തിട്ട് ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തിയിട്ട് പോണേ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്കിനി പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാക്കാനുള്ളൊരു പ്രചോദനം. അതുകൊണ്ട് എല്ലാവരും എനിക്കൊരു ലൈക്ക് തന്നതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.